ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു മുതിര കൊണ്ടുള്ള കറി കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് മുതിര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും 3 തക്കാളി. ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെ ഒരു അടിപൊളിയായിട്ടൊരു കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുള്ള മുതിര ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ മുതിര ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം. കരിഞ്ഞു പോയാൽ മുതിര കറി വെച്ച ഒരു കയ്പ്പേക്കാറ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ചട്ടി ആദ്യം നല്ലൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് മുതിര ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ മുതിര ഏകദേശം വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ പൊടിക്കണ്ട, ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഞാനൊരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും പച്ചമുളകും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാനൊരു സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കണം. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, പച്ചമുളക് ഇട്ടതാണ്. അപ്പോൾ എരിവ് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു 1/4 സ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൽ വെള്ളം ഞാൻ ഒന്നും കൂടി ആവശ്യം വരും. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസും കൂടി ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ. ആ സമയം കൊണ്ട് നമുക്കിതൊക്കെ വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് അരക്കണത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ ചെറിയ ഉള്ളി വലിയ ജീരകം ഇട്ടിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെന്തിക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെക്കുക. പിന്നെ നമ്മളിതൊന്ന് വറവിട്ടെടുക്കുക കേട്ടോ ചെയ്യാം. ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് അത് ഒഴിച്ച് കൊടുക്കുക ചെയ്യുക. ഈ സമയത്ത് നമ്മളിതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ട. അപ്പോൾ ഞാനിതിൽ ഉപ്പുണ്ടോ നോക്കുമ്പോൾ ഉപ്പില്ല. അപ്പോൾ ഈ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ചട്ടിയിൽ ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ കറിക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറ് തിന്നാൻ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുതിരയൊക്കെ വീട്ടിൽ എപ്പോഴേലൊക്കെ വാങ്ങിയിട്ട് ഇതൊക്കെ തിന്ന് നോക്കണം. നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.